welcome back to my channel. It's me Shamna. I'm a general dentist working in Dubai. DHA എക്സാമിൻ്റെ പ്രിപ്പറേഷൻസിനെ കുറിച്ചുള്ള നേരത്തെ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ എങ്ങനെയായിരുന്നു DHA എക്സാം പ്രിപ്പയർ ചെയ്തതെന്നുള്ളത് നോക്കാം. സോ വെൽക്കം ടു മൈ ചാനൽ. ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഞാനിവിടെ DHA ഡെൻറ്റിസ്റ്റിൻ്റെ എക്സാം പ്രിപ്പറേഷൻസിനെ കുറിച്ചും ലൈഫ് സ്റ്റൈൽ വീഡിയോസും ഒക്കെ ചെയ്യുന്നതാണെങ്കിൽ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക ആൻഡ് സബ്സ്ക്രൈബ്സ്. അപ്പോൾ ഫസ്റ്റ് തന്നെ ഞാൻ ഈ എക്സാം പ്രിപ്പറേഷന് വേണ്ടിയിട്ട് ഒരു 1 മന്താണ് ടൈം എടുത്തത്. ഞാൻ എൻ്റെ എക്സാം പ്രിപ്പറേഷൻസ് എൻ്റെ അനിയൻ്റെ റിസപ്ഷന് മുമ്പായിട്ടായിരുന്നു നടത്തിയത്. അതുകൊണ്ട് തന്നെ എനിക്ക് എക്സാക്ട്ലി 1 മന്ത് ടൈം പീരീഡിനുള്ളിൽ ഡേറ്റ് എടുത്ത് അതിനുള്ളിൽ പഠിച്ചെടുത്ത് തീർക്കണം എന്നുള്ളൊരു കണ്ടീഷൻസിലാണ് ഞാൻ സ്റ്റാർട്ട് ചെയ്തത്. സോ ഈ ഒരു 1 മന്ത് പീരീഡിൽ ഞാൻ എൻ്റെ നേരത്തെ CDCയിൽ ഞാൻ ADSലാണ് പഠിച്ചത്. സോ CDCയിലുള്ള കുറച്ച് സീനിയർ ആയിട്ടുള്ള ഡോക്ടേഴ്സിനോടൊക്കെ ചോദിച്ചപ്പം അവർ ഈ DHA പ്രിപ്പറേഷൻസ് ഒക്കെ നടത്തിയത്, മോയ്സ് പ്രിപ്പറേഷൻസ് നടത്തിയത് ഡെൻ്റൽ പോർട്ടൽ വഴിയാണെന്ന് മനസ്സിലാക്കി. സോ ഞാനും ആ ഒരു ഡെൻ്റൽ പ്ലാറ്റ്ഫോം ചൂസ് ചെയ്യാൻ വിചാരിച്ചു. ഡെൻ്റലിൽ കുറേ സബ്സ്ക്രിപ്ഷൻസ് ഉണ്ട്. ഞാനതൊരു 1 മന്ത് സബ്സ്ക്രിപ്ഷനാണ്. ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് ആ ഒരു ടൈം പീരീഡേ ഉണ്ടായിരുന്നുള്ളൂ. സോ ഞാൻ ആ ഒരു ടൈം പീരീഡിൽ സബ്സ്ക്രിപ്ഷൻ പ്രീമിയം ഒക്കെ ഉണ്ട്, ഞാൻ അതൊന്നും എടുത്തില്ല. നോർമൽ 1 മന്ത് സബ്സ്ക്രിപ്ഷൻ പ്ലാൻ എടുത്തു. അതാകുമ്പോൾ നമുക്കതിൽ ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. നമുക്കൊരു MCQ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഒരു ക്വസ്റ്റ്യൻ ബാങ്ക് ആയിട്ടുണ്ടാവുക. അങ്ങനെ കുറേ ക്വസ്റ്റ്യൻ ബാങ്ക്സ് ഉണ്ടാവും. അപ്പോൾ അതിലുള്ള ഓരോ ക്വസ്റ്റ്യൻസും ഞാനിങ്ങനെ ചെയ്യും, എന്നിട്ട് ആൻസർ ചെയ്യും. അതിലെന്തെങ്കിലും എക്സ്ട്രാ എനിക്ക് അറിയാത്തതായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ അതൊക്കെ നോട്ട് ഡൗൺ ചെയ്തിട്ട് ഒരു ബുക്കിൽ നോട്ട് ഡൗൺ ചെയ്തേക്കും. അങ്ങനെ ഡെയിലി ഒരു 2-3 ക്വസ്റ്റ്യൻ ബാങ്ക്സ് കംപ്ലീറ്റ് ചെയ്യുന്ന രീതിയിലാണ് ഞാൻ പോയിക്കൊണ്ടിരുന്നത്. ആ സമയത്ത് ഞാൻ വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു ക്ലിനിക്കിൽ. സോ അതുകൊണ്ട് തന്നെ അവിടെ പോയി കിട്ടുന്ന സമയത്തും പിന്നെ അല്ലാതെ വീട്ടിൽ വന്നിട്ടുള്ള സമയത്തും ഞാൻ ഇതിങ്ങനെ വർക്കൗട്ട് ചെയ്യാനും ചെയ്തുകൊണ്ടിരുന്നത്. കാര്യമായിട്ടുള്ളത്, ഞാൻ ഇതിനെക്കുറിച്ച് എന്തെങ്കിലും എനിക്ക് ഡൗട്ട് തോന്നിയാൽ ഞാൻ റെഫർ ചെയ്യും. പഴയ ബുക്സൊക്കെ എടുത്ത് വെച്ചിട്ട്, നമ്മളെ പഠിച്ച ബുക്സൊക്കെ എടുത്ത് വെച്ചിട്ട് റെഫർ ചെയ്യും, അല്ലെങ്കിൽ ഗൂഗിൾ ചെയ്ത് നോക്കും. അല്ലെങ്കിൽ അവർക്ക് തന്നെ ഒരു ഡൗട്ട് ക്ലിയറിങ് സെഷൻ ഉണ്ട്. നമുക്ക് എന്തെങ്കിലും ഒരു ക്വസ്റ്റ്യൻ ഉണ്ടെങ്കിൽ, നമുക്ക് അതിനെക്കുറിച്ച് ഡൗട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്കതിൽ ചോദിക്കാൻ പറ്റും. വേറെ ആരെങ്കിലും അതിങ്ങനെ ക്ലിയർ ചെയ്ത ക്വസ്റ്റ്യൻസ് ഡൗട്ട്സ് ഉണ്ടെങ്കിൽ അത് നമുക്കതിൽ കാണാനും പറ്റും. അപ്പോൾ ചിലപ്പോൾ നമുക്കുള്ള ഡൗട്ട്സ് ചിലപ്പോൾ അവർക്കും ഉണ്ടാവാം. അപ്പോൾ അത് നമുക്കത് ക്ലിയർ ആയിട്ട് അവരതിൽ മെൻഷൻ ചെയ്തിട്ടുണ്ടാവും, അതിൻ്റെ അല്ലെങ്കിൽ ഇൻഫർമേഷൻ കൊടുത്തിട്ടുണ്ടാവും. ഇനി നമുക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നമ്മൾ അതിൽ ചോദിച്ചു കഴിഞ്ഞാൽ അവർ റിപ്ലൈ തരും, നമുക്ക് അതിൻ്റെ നോട്ടിഫിക്കേഷൻ വരികയൊക്കെ ചെയ്യും. അങ്ങനെ ഞാൻ ഓരോ ഡേ ഓരോ ക്വസ്റ്റ്യൻ ബാങ്ക്സ് ഇങ്ങനെ ക്ലിയർ ചെയ്ത് വരും. ഇടയ്ക്ക് ബാക്കോട്ട് പോയിട്ട് റെഫർ ചെയ്തിട്ട് വരും. അങ്ങനെ ഇതൊക്കെ കഴിയുമ്പോൾ നമുക്ക് ഒരു നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് ഉണ്ട്. എത്രയാണെന്ന് എനിക്ക് കറക്റ്റ് ഇപ്പോൾ ഓർമ്മയില്ല. എത്രയായാലും ഒരു നമ്പർ ഓഫ് ക്വസ്റ്റ്യൻ ബാങ്ക്സ് ഉണ്ട്. അതൊക്കെ കംപ്ലീറ്റ് നമ്മൾ വർക്കൗട്ട് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് മോക്ക് ടെസ്റ്റ് ഉണ്ട്. ഒരു 3 മോക്ക് ടെസ്റ്റിൻ്റെ അടുത്തുണ്ടെന്നാണ് എൻ്റെ ഓർമ്മ. അങ്ങനെ ആ ഒരു മോക്ക് ടെസ്റ്റും ഞാൻ കംപ്ലീറ്റ് ഒരു ടൈം പീരീഡൊക്കെ വെച്ചിട്ട്, അതായത് നമുക്ക് 3 hours ടൈമും, നമുക്ക് 150 ക്വസ്റ്റ്യൻസാണ് എക്സാം ഉണ്ടാവുക, 3 hours ടൈമും. നമുക്കത് ധാരാളമാണ്. എൻ്റെ ഒരു അഭിപ്രായത്തിൽ എനിക്കങ്ങനെ തോന്നിയിട്ടുള്ളത്. ഞാനൊരു 1 hour പോലും എടുക്കാതെ കംപ്ലീറ്റ് ചെയ്യാറുണ്ട്. പിന്നെയും നമ്മളൊന്നും കൂടി നോക്കും. ചിലപ്പം ആ തെറ്റിയ ക്വസ്റ്റ്യൻസ് നമ്മൾ ശരിയാക്കും, ശരിയായത് നമ്മൾ തെറ്റിക്കും. അതിനൊക്കെ കൂടിയുള്ളതാണ് ഈ ഒരു 3 hours. അങ്ങനെ ഒരു ടൈം പീരീഡ് വെച്ച് നമ്മൾ ചെയ്യും. പ്രത്യേകിച്ച് നമ്മളിത് ഓൺലൈനിൽ തന്നെ അങ്ങനെ കമ്പ്യൂട്ടറിലോ അല്ലെങ്കിൽ ഫോണിലോ ചെയ്ത് പഠിക്കുന്നതുകൊണ്ട് നമുക്ക് കുറച്ചുകൂടി ഈസി ആയിരിക്കും നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ. ബുക്കിൽ പഠിച്ചിട്ട് പെട്ടെന്ന് മാറുമ്പോൾ ആ പ്രശ്നമൊന്നും വരില്ല ഈ ഡെൻ്റൽ പോർട്ടലിൽ. ഇത് എൻ്റെ പ്രൊമോഷൻ വീഡിയോ ഒന്നല്ല, എനിക്ക് തോന്നിയ പേഴ്സണലി ഫീൽ ചെയ്ത കാര്യങ്ങളാണ് ഞാൻ പറയുന്നത്. സോ അത് വെച്ചിട്ട് അതുപോലെ നമ്മൾ ഒരു മോക്ക് ടെസ്റ്റും കൂടി എടുത്തു കഴിയുമ്പോൾ പിന്നെ ഒരു ഫൈനൽ ടെസ്റ്റ് കിട്ടും. അങ്ങനെ അതിൽ ഏകദേശം നമുക്കൊരു ആവറേജ് മാർക്കൊക്കെ കിട്ടുമ്പോൾ നമുക്കൊന്ന് അനലൈസ് ചെയ്യാൻ പറ്റും നമ്മൾ ഏതൊക്കെ ഭാഗം കൂടുതലായിട്ട് പഠിക്കണം എന്നുള്ളത് കാര്യം. കംപ്ലീറ്റ്ലി അനാലിറ്റിക്കൽ ലെവൽ, ക്ലിനിക്കൽ ലെവൽ ക്വസ്റ്റ്യൻസ് വയ്ക്കാം. അതുകൊണ്ട് തിയറി ബേസ്ഡ് ആയിട്ട് പോയാൽ നമ്മൾ വാസ്റ്റായിട്ട് പോകും. പ്രത്യേകിച്ച് എനിക്ക് തോന്നിയത് തിയറി ബേസ്ഡ് ആയിട്ട് പോകുമ്പോൾ വാസ്റ്റായിട്ട് പോകുന്നത് കൊണ്ട് തന്നെ നമുക്ക് ഇങ്ങനെ ഒരു കോച്ചിങ് അത്യാവശ്യമായിട്ടുള്ളത് പോലെയാണ് എനിക്ക് തോന്നുന്നത്. അല്ലെങ്കിൽ നമ്മൾ BDSന് പഠിച്ച മൊത്തം എല്ലാ സബ്ജക്റ്റും പഠിച്ചുകൊണ്ടിരിക്കണം, എല്ലാ ബുക്സും റെഫർ ചെയ്തുകൊണ്ടിരിക്കണം. ഡെൻ്റൽ പൾസ് ആണെങ്കിൽ പോലും അത് വാസ്റ്റായിട്ടാണുള്ളത്. നമുക്ക് അത്രയും ഒന്നും പഠിക്കേണ്ട ആവശ്യമില്ല. എന്നാൽ നമുക്ക് ക്ലിനിക്കൽ ലെവലുള്ള പിന്നെ കുറച്ച് എക്സ്പീരിയൻസും കൂടി ഉണ്ടെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് ക്ലിയർ ചെയ്യാൻ പറ്റും. 150 ക്വസ്റ്റ്യൻസ് 3 hours നമുക്ക് ഈസി ആയിട്ടുള്ളത്. ഞാൻ എസ്പെഷ്യലി പറയുകയാണെങ്കിൽ എനിക്ക് വളരെ അതായിട്ട് തോന്നിയത് എന്താ വെച്ചാൽ, അതുപോലെ ഞാൻ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആവാം, ഇതിൽ കണ്ട അതേ ക്വസ്റ്റ്യൻസ് ഇതിലെടുത്തിട്ട പോലെ എക്സാമിനുണ്ട് അതേപോലെ തോന്നിയിട്ടുണ്ട്. ചില ക്വസ്റ്റ്യൻസിൻ്റെ ചെറിയ എന്തെങ്കിലും ഒരു അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റം വരുത്തിയിട്ട് അതുപോലെ ചോദിച്ചതും കണ്ടിട്ടുണ്ട്. സോ എനിക്ക് ഭയങ്കര ഹെൽപ്ഫുള്ളായി തോന്നിയൊരു പ്ലാറ്റ്ഫോമാണ് ഈ ഡെൻ്റൽ പ്ലാറ്റ്ഫോം. അതുകൊണ്ടാണ് ഞാൻ അതിനെക്കുറിച്ച് വീഡിയോ ചെയ്തത്. ഇതൊരു പ്രൊമോഷൻ വീഡിയോ അല്ല, ഞാൻ ആദ്യമേ പറഞ്ഞു. എനിക്ക് സെയിം ക്വസ്റ്റ്യൻസ് വരെ തോന്നിയിട്ടുണ്ടെന്നുള്ളത് കൊണ്ടാണ് ഞാൻ കൺഫേം ചെയ്തത്. പിന്നെ ഏത് പ്ലാറ്റ്ഫോം എടുക്കാം, കുറേ കോച്ചിങ് സെൻറ്റേഴ്സ് ഉണ്ട്, അതിൽ നിന്ന് എടുത്ത് പഠിച്ചാലും മതി. ബട്ട് സ്പെസിഫിക് ആയിട്ട് ക്ലിനിക്കൽ ലെവൽ, അനാലിറ്റിക്കൽ ലെവൽ ക്വസ്റ്റ്യൻസ് ചെയ്താൽ മാത്രമേ നമുക്ക് ഈസി ആയിട്ട് ഇതിൽ നിന്ന് കടന്നു കിട്ടാൻ പറ്റും. അപ്പോൾ ഇത് ഇത്രയേ ഉള്ളൂ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ.